Okay, so today we are dealing Charles Dickens, one of the historical novel of the era British literature 19th century, that is A Tale of Two Cities. Before going to the novel, it is very must to know what is the background or what was the time when the novel is taking place. അപ്പം ഏതൊരു ലിറ്ററേച്ചറിലെ വർക്കും പഠിക്കുന്നതിന് മുന്നേ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അത് ഏത് കാലഘട്ടം ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയേണ്ടത് മസ്റ്റാണ്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ പറയാനുള്ള കാര്യം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റിയാണ്. അതായത് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ആ ഒരു വർക്കിൽ പ്രതിഫലിക്കുക. ഐ തിങ്ക് ദാറ്റ് ഇസ് എ മലയാളം, പ്രതിഫലിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ കാലത്തെ പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഏതൊരു കാര്യം ഇപ്പോൾ ഒരു വേൾഡ് വാറിൻ്റെ സമയത്ത് എഴുതിയിട്ടുള്ള വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ടി.എസ്. എലിയറ്റിൻ്റെ പോയത്തിനകത്ത് വേൾഡ് വാറിൻ്റെ ഹാർഡ്ഷിപ്സും ആ സമയത്ത് സമൂഹം അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ പ്രതിഫലിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഇൻ എവറി കോണ്ടെക്സ്റ്റ് ഓഫ് ലിറ്ററേച്ചർ ബുക്സ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ഗോ ഫോർ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ടെയിൽ ഓഫ് ടു സിറ്റീസ് എഴുതുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. സോ ഫസ്റ്റ് എബൌട്ട് ദ ടൈറ്റിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, Charles Dickens wanted to call his novel Recalled to Life. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു ലൈഫിനെ റീകോൾ ചെയ്യുക. ഹി വോണ്ട് ടു കോൾ ബാക്ക് ദ ലൈഫ്. ഈ ഒരു ഐഡിയയിലാണ് ഈ നോവൽ നടക്കുന്നത്. അതുകൂടാതെ 45 ചാപ്റ്റേഴ്സ് ഉള്ള ഈ നോവൽ 3 ബുക്കായിട്ടാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Then he decided to use that title for book 1. Instead he called A Tale of Two Cities. അപ്പോൾ ഇദ്ദേഹം ആദ്യം വിചാരിച്ചത് ഈ ബുക്കിന് ടൈറ്റിൽ ബുക്ക് 1 റീകോൾ ടു ലൈഫ് എന്ന് കൊടുക്കാനായിരുന്നു. ബട്ട് ഫൈനലി ഹി ഡിസൈഡഡ് ടു ഗേവ് ദ നെയിം എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഇനി ഈ ടെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു നോവലായിരിക്കും, ഒരു കഥയായിരിക്കും. ഇവിടെ കാണിക്കുന്നത് ലണ്ടനും പാരീസുമാണ്. ആ സമയത്തെ ഒരു പ്രൊമിനൻറ്റ് പ്ലേസസ് ആയ ലണ്ടനും പാരീസും ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ഈ പോയം നടക്കുന്നത്. നെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്. ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് അപ്പിയർഡ് ഇൻ 1859 in the inaugural issue of Dickens Weekly Magazine all the year round. സോ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നെറ്റൊക്കെ എഴുതുന്നവർക്കും സെറ്റൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവരും ഇതൊക്കെ നോട്ട് ചെയ്യുക. ടെയിൽ ഓഫ് ടു സിറ്റി അപ്പിയർ ചെയ്തത് 59 അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്ലി മാഗസീനിലാണ്. അപ്പോൾ അന്ന് ലിറ്ററേച്ചർ സമയങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ ഈ വനിത ഒക്കെ വരുത്തുന്ന പോലെ തന്നെ വീക്ക്ലി മാഗസീൻസ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത് ഓരോ ഭാഗങ്ങളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡിസ്പൈറ്റ് ഡിക്കൻസ് പോപ്പുലാരിറ്റി ദ നോവൽ വാസ് നോട്ട് എ ഹിറ്റ് വിത്ത് ക്രിറ്റിക്സ്. പക്ഷേ ഡിക്കൻ്റെ ഒരു നെഗറ്റീവ് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ് ഒക്കെ ഭയങ്കര ഫേമസാണ്. പക്ഷേ അത്രമാത്രം ഒരു ഹൈലി അക്ലെയിം ചെയ്തിട്ടില്ലായിരുന്നു ഈ നോവൽ. Although they noted that Dickens had successfully used the French Revolutionary era to mirror the characters' personal tribulations, they found the story flat and lacking his typical humorous voice. പക്ഷേ ഇദ്ദേഹം സക്സീഡ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ആ ഒരു കോൺഫ്ലിക്റ്റുകൾ, ആ ഒരു ക്രൈസിസുകൾ, ആ ഒരു ട്രയംബ്, അതായത് ഒരു പീസ് ഇല്ല, ഒരു ജസ്റ്റ് എവറിത്തിങ് ഈസ് ഇൻ എ കൊലാപ്സ് മാനറിസം, അത് ഇദ്ദേഹം ശരിക്കും ഈ നോവലിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ദേ ഓൾസോ ഫൗണ്ട് മെനി ഓഫ് ദ ക്യാരക്ടേഴ്സ് ഫോർഗട്ടബിൾ. ഇനി ഫ്രഞ്ച് റെവല്യൂഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഒരു മലയാളത്തിൽ ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ ചിന്തിക്കാം. എപ്പോഴും താഴേക്കിടയിൽ കിടക്കുന്നവർ താഴെ തന്നെ ആയിരിക്കും. എത്ര വളർച്ച നമ്മുടെ നാടിനും കാര്യങ്ങൾക്കും വന്നാലും ദർ ഇസ് നത്തിങ് ഫോർ ദ പൂവർ. ദേ ആർ ഓൾവേസ് ഇൻ ദ സ്ലംപ്. അപ്പോൾ അവർ സ്ലമ്മിൽ തന്നെ കിടക്കുന്നവർ അവിടെ തന്നെ കിടക്കും.
അപ്പം ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു ഐഡിയ ഏൻഷ്യൻ്റ് റെജീം, ANCIENT, ഏൻഷ്യൻ്റ് റെജീം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നും ലിബറൽ ഡെമോക്രസിയിലേക്കുള്ളൊരു മാറ്റമാണ് ഫ്രഞ്ച് റവല്യൂഷനിൽ ആഗ്രഹിക്കുന്നത്. 18th സെഞ്ച്വറിയിൽ നിന്ന് 19th സെഞ്ച്വറിയിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. ഇനിയും നമുക്ക് നോക്കാം. 18th സെഞ്ച്വറിയിൽ ഫ്രാൻസ് എക്സ്പീരിയൻസ് ചെയ്തൊരു വയലൻറ്റ് റെവല്യൂഷൻ ആയിരുന്നു. ദാറ്റ് ഈസ് ഏൻഷ്യൻ്റ് റെജീം, ഓൾഡ് റെജീം. അതെന്താണെന്ന് വെച്ചാൽ ഫ്യൂഡൽ സിസ്റ്റം, ജന്മിമാർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, പെസൻസ് പട്ടികനെ പോലെ പണിയെടുക്കുന്നു, ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്. അപ്പം ഒരു ജന്മി സിസ്റ്റമാണ് ആ സമയത്ത് നടന്നത്. 3 എസ്റ്റേറ്റുകളായിട്ട് കാര്യങ്ങൾ നാടുകളെ തിരിക്കുന്നു. നോബിലിറ്റി എന്ന് പറഞ്ഞ നോബൽ പേഴ്സൺസ്, ക്ലർജി മാൻ, എവരി വൺ എൽസ്, ഇങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിക്കുന്നു. അതായത് ഒരു ലിബറലിസം അല്ല, ഡെമോക്രാറ്റിക് അല്ലായിരുന്നു ആ സമയത്ത്. ദ തേർഡ് എസ്റ്റേറ്റ്, എവരി വൺ എൽസ് എന്ന് പറയുന്നത് was no longer simply a mass of peasants who owed their continued existence to their relationship with noblemen or a monastery. It included members of bourgeois middle class, bourgeois who were well educated of independent means, who wanted to play a part in their own governance. ഇനി എവരിവൺ എൽസ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത് ഒരു ഐഡിയ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ കൂടുതലും നോബിൾ മെൻ, മൊനാസ്ട്രി ആയിട്ടൊക്കെ ഉള്ളൊരു റിലേഷനാണ് കാണിക്കുന്നത്. ബൂർഷോയ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നു. അവരെല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആകുന്നു, ഇൻഡിപെൻഡൻ്റ് ആകുന്നു, അവർ തന്നെ സ്വന്തമായിട്ടൊരു ഗവേണൻസ്, ഒരു ഗവൺമെൻറ് പോലെ കാര്യങ്ങളെ നടത്തുന്നു. ആൻഡ് ഓൾസോ അരിസ്റ്റോക്രസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് മലയാളം ഐ ഡോണ്ട് നോ, അതായത് മൊണാർക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും, ഒരു സിംഗിൾ പേഴ്സൺ എല്ലാ കാര്യങ്ങളെയും ചെയ്യും. ദേ ഹാവ് ദ ഡിവൈൻ റൈറ്റ് ടു റൂൾ വിത്തൗട്ട് എനി ചാലഞ്ച് ഓർ ലിമിറ്റേഷൻ. അതായത് ഒരു ലിമിറ്റേഷനും ഇല്ലാതെ റൂൾ ചെയ്യുക. ആരെ? ദ കോമൺ പീപ്പിൾ ഓർ ദ പെസൻസ് ഹൂ വർക്കിംഗ് ഫോർ ദം. അപ്പോൾ പണ്ട് മലയാള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പാവം ലോ കാസ്റ്റ് ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് പണിയെടുക്കും, ഇവർ വന്ന് ഭരിച്ചിട്ട് പോവുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് എ ലിബറൽ ഡെമോക്രസി. അപ്പോൾ അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇനി ദ റെവല്യൂഷൻ ടുക്ക് പ്ലേസ് ഇൻ 2 parts. ആൻ അരിസ്റ്റോക്രാറ്റിക് റിവോൾട്ട് വിച്ച് ലാസ്റ്റ് 1887 to 89. ആദ്യത്തെ റെവല്യൂഷനകത്ത് അരിസ്റ്റോക്രസി ആയിരുന്നു. അത് 87 മുതൽ 89 വരെ നീണ്ടു നിന്നു. അതായത് അരിസ്റ്റോക്രസിയുടെ മലയാളം ഒരു രാജകീയ, ഇത് കുറച്ച് അരിസ്റ്റോക്രാറ്റിക് ഫാമിലി മാത്രം അവർ മാത്രം എല്ലാം ചെയ്യുക എന്നൊരു ഐഡിയ ആയിരുന്നു. ആൻഡ് ദ പോപ്പുലർ റിവോൾട്ട് ഓഫ് 1789. ഇനി പോപ്പുലർ റിവോൾട്ടിലാണ് ഇതിനെതിരെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത്. The aristocratic revolt was a result of financial reform intended to pay off the country's deficits by taxing the wealthy. ഇനി അരിസ്റ്റോക്രാറ്റിക് റിവോൾട്ടിനകത്തുള്ള മെയിൻ ഐഡിയ ഇതായിരുന്നു, ടാക്സിങ് ദ വെൽത്തി. അതാണ് അവർക്ക് വേണ്ടത്. കൺട്രീസ് ഫിനാൻഷ്യൽ റിഫോമിനെ പറ്റിയാണ് അവിടെ സംസാരിച്ചിരുന്നത്. Meanwhile, the populace was dissatisfied with its lot and Louis 26, the king, had to placate them by calling the assembly. അപ്പം ഈ ഒരു പോപ്പുലേസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പോപ്പുലർ കൾച്ചറാണ്, കോമൺ ആൾക്കാരാണ് പോപ്പുലേസ്. അപ്പോൾ അവർ ഇതിനൊക്കെ ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്, കാരണം അവർക്ക് ആ കാര്യത്തിനുള്ള വെൽത്തും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എനിവേ അന്നത്തെ കിങ് ഒരു അസംബ്ലി വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ദ ഡിസഗ്രിമെൻറ്റ് അബൌട്ട് ഹൗ വോട്ട് വുഡ് ബി വെയ്റ്റഡ് കോസ് ദ തേർഡ് എസ്സേസ് ടു അനൗൺസ് ദാറ്റ് ഇറ്റ് വുഡ് ഫോം ആൻ അസംബ്ലി വിത്തൗട്ട് ഇൻക്ലൂഡിങ് ദ അതർ 2 estates. ഇനി അടുത്ത വോട്ടിംഗ് സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. 2 എസ്റ്റേറ്റുകളെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ഇവർ മാത്രം എല്ലാം ചെയ്യുക. അതിനകത്തും തേർഡ് പാർട്ടിക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ദ കിങ് റെസ്പോണ്ടഡ് ബൈ ക്രിയേറ്റിംഗ് നാഷണൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ബട്ട് he simultaneously raised an army to dissolve it, leading to fears that aristocracy and the king were ganging upon the populace to take down the third. അപ്പം ആ സമയത്ത് കിങ് ആണ് ഒരു നാഷണൽ അസംബ്ലി, അത് കോമൺ ആയിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ആർമിയെ കൊണ്ടുവന്ന് ഇത് ഭയങ്കരമായിട്ട് ഡിസോൾവ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അവിടെയും ഭയന്ന് പോകുന്നത് തേർഡ് എസ്റ്റേറ്റ് ആയിട്ട് പോപ്പുലേസ് ആണ്. പോപ്പുലേസ് മീൻസ് പോപ്പുലർ കൾച്ചറിന് ഒരു ഭയം കൊടുത്തു. പോപ്പുലറായിട്ടുള്ള കോമൺ പീപ്പിളിന് അവിടെ ഒരു ഫിയർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫ്രഞ്ച് റവല്യൂഷനകത്ത് ഉള്ളൊരു കാര്യമാണ്. അതായത് ഈ ഒരു ഐഡിയ നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം നമ്മുടെ നോവലിൽ ഈ ഒരു ഐഡിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നോവലിലെ ഒരു ക്യാരക്ടറാണ് അലക്സാണ്ടർ ചെയ്യാത്ത കുറ്റത്തിനാണ് 18 വർഷം ജയിലിൽ കിടക്കുന്നത്. ഈ ചെയ്യാത്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ, ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലെ 2 പയ്യന്മാർ ഒരു കോമൺ വീട്ടിലെ കൊച്ചിനെ റേപ്പ് ചെയ്ത് കൊല്ലുന്നുണ്ട്. അത് തുറന്നു പറയുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടറായ അലക്സാണ്ടറിന്
ജയിലിൽ പോകേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവിടെ പവർ മൊത്തം അരിസ്റ്റോക്രസിക്കാണ്. അതാണ് ഇവിടുത്തെ ഫിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഓർത്തിരിക്കുക. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരു മെസ്സേജ്, വെയിറ്റ് പേജ് നമ്പർ അല്ലടാ, യു ഹാവ് ടു സീ ദിസ് സ്ക്രീൻ നോക്കുക. ഓക്കെ, ദെൻ അപ്പോൾ അതാണ് അവിടുത്തെ ഫിയർ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർത്തിക്കുക. ഇവിടുത്തെ ഫിയർ കാണിച്ച് എന്താണ്? ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പവർ ഓഫ് അരിസ്റ്റോക്രസി ആൻഡ് കോമൺ മാൻ ഈസ് ഹെൽപ്ലെസ്. അതാണ് അടുത്ത ഐഡിയ. ഇനി പിന്നെ ഹാർവസ്റ്റ് ഫെയിലിയർസിനെ പറ്റി പറയുന്നത് അതൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. അതൊക്കെ പെസൻസ് റിവോൾട്ടാണ്. അതായത് കൃഷിയിടങ്ങളിലുള്ള അവരുടെ കാര്യങ്ങളാണ്. അവർക്കൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അവിടെയും ഫ്യൂഡൽ സിസ്റ്റമാണ് വീണ്ടും വന്നത്. സെൽഫ് ഗവേണൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും പീപ്പിൾ ഈസ് വെരി ഫൈറ്റിംഗ് ഫോർ ദെയർ റൈറ്റ്. അത് അവിടെ നോക്കണ്ട. ജസ്റ്റ് പെസൻസ് റിവോൾട്ട്, പെസൻസ് പറഞ്ഞാൽ അറിയാമല്ലോ, ആ ഒരു നമ്മുടെ ആൾക്കാരുടെ ആ ഒരു എന്താണ് അവരുടെ ഒരു പ്രതിഷേധം. ഇനി യൂണിറ്റ് 3 അല്ലേ? എന്താ മോനെ? യൂണിറ്റ് 3 അല്ലേ ഇത്? യൂണിറ്റ് 3? നോ, ദിസ് ഇസ് ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ്. ടെയിൽ ഓഫ് ടു സിറ്റിയുടെ ഒരു PDF ആണ് നമ്മുടെ ആസ്ട്രോ ഇട്ട് തന്നിട്ടുണ്ട്. അതാ പറയുന്നത്. ഫൈനലി എന്താണ്, ഒരു റിപ്പബ്ലിക്കിന് വേണ്ടി ഇവർ ഫൈറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ജസ്റ്റ്. ഇനിയും 18th സെഞ്ച്വറി ആണടാ. ഇനിയും 18th സെഞ്ച്വറിയും 19th സെഞ്ച്വറിയിലെ ഫ്രാൻസ് ആൻഡ് ലണ്ടൻ, പാരീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലണ്ടൻ ആൻഡ് പാരീസ് ഇൻ ലേറ്റ് 18th സെഞ്ച്വറിയും ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട് ഇൻ മിഡ് 19th സെഞ്ച്വറി. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? എന്താ പറയാ, സ്റ്റോറിയാണോ മിസ്സേ? വെയിറ്റഡ് ഒരു മിനിറ്റ്, ഇതൊന്നും ദിസ് സ്റ്റോറി അല്ല. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ നോവൽ. അതായത് നോവല് ഓക്കെ. ഇനിയും ലണ്ടൻ ആൻഡ് പാരീസ് ഇൻ ലേറ്റ് 18th സെഞ്ച്വറി. 18th സെഞ്ച്വറിയിൽ ലണ്ടൻ ആൻഡ് പാരീസിൻ്റെ ഒരു ഐഡിയ ജസ്റ്റ് എന്താ നമുക്ക് നോക്കാം. ലണ്ടൻ, ഡിപ്പെൻഡിങ് ഓൺ വൺ ക്ലാസ്, was either a hub of industry and finance that provided endless opportunity for shopping, leisure and entertainment over an overcrowded tangle of waste and disease. The central area of the city, which contained mostly of wooden structures, had been largely destroyed in the Great Fire of September 1666. The rebuilt area featured stone buildings in keeping Enlightenment concept more green areas, both of which would help to avoid another such catastrophe. ഇനി 18th സെഞ്ച്വറിയിലെ ഒരു മാറ്റങ്ങളാണ് ആദ്യം പറഞ്ഞു വരുന്നത്. ലണ്ടന് ഒരുപാട് ഇൻഡസ്ട്രിയുടെ ഹബ്ബായിട്ട് മാറി, ഫിനാൻസ് വന്നു, ഒരുപാട് ഷോപ്പിംഗ് വന്ന്, എൻ്റർടൈൻമെൻറ്റ് വന്നു, ഒരുപാട് വളരെയധികം എന്താണ് ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇനി ആ സമയത്ത് ആ സിറ്റിയിൽ ഒരു ഗ്രേറ്റ് ഫയർ നടന്നിട്ടുണ്ട്. ലിറ്ററേച്ചറിലെ ഗ്രേറ്റ് ഫയർ ആണ്. ആ ഗ്രേറ്റ് ഫയറിൽ വുഡൻ സ്ട്രക്ചേഴ്സ്, തടികൾ കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകളൊക്കെ കത്തിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇതൊക്കെ റീബിൽഡ് ചെയ്ത് ഒരു എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയം വന്നപ്പോഴത്തേക്കും എല്ലാ സ്റ്റോൺ ബിൽഡിങ്ങൊക്കെ ആയി ഇവർ മാറ്റി. പക്ഷേ ദ തിങ് ഈസ്, അത് അണ്ടർലൈൻ ചെയ്ത് ഓർക്കണം, വൈൽ ദ പൂവർ ക്രൗഡഡ് ഇൻ ടു ദ സർവൈവിങ് വുഡൻ സ്ട്രക്ചർ. പക്ഷേ അപ്പോഴും പാവപ്പെട്ടവർ ആ കത്തിക്കരിഞ്ഞ വുഡൻ സ്ട്രക്ചറുകളിൽ തന്നെ ജീവിക്കേണ്ടി വന്നു. ഇനി അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കാണിക്കാനാണ് ഈ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നത്, ഓർത്ത് വെക്കുക. ഇനി സോ വെൻ ലണ്ടൻസ് പോപ്പുലേഷൻ എക്സ്പ്ലോർഡ് ഇൻ 18th സെഞ്ച്വറി, ദ പൂവസ്റ്റ് പീപ്പിൾ ലിവ്ഡ് ഇൻ dilapidated terraced houses huddled over dark narrow street. Sewage ran along the street into the Thames as did industrial waste. അപ്പം എന്തൊക്കെ പോപ്പുലേഷൻ്റെ മാറ്റങ്ങൾ ലണ്ടനിൽ വന്നെന്ന് പറഞ്ഞാലും പൂവർ ആൾക്കാർ ഇടുങ്ങിയ വഴികളിൽ, ഡാർക്ക് ഏരിയയിൽ, നാരോ സ്ട്രീറ്റുകളിൽ തന്നെയാണ് ജീവിച്ചത്. സ്വീവേജിൻ്റെ ഇടയിൽ കൂടെ, അതായത് അവരുടെ വീടുകളുടെ മുന്നിൽ കൂടെ വേസ്റ്റ് ഒഴുകി പോന്നു. ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ പോകുന്ന അത്രയും ഫൗള് സ്മെല്ലും ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹെൽത്തിന് ത്രെട്ടായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവർ അന്നും കിടന്നിരുന്നത്. വിത്ത് the burgeoning population and high level of poverty, crime was ramped. അവിടെ വീണ്ടും ബൂർഷോയികളുടെ കാര്യങ്ങൾ, അരിസ്റ്റോക്രസിയൊക്കെ തന്നെയാണ് വീണ്ടും ഹൈ ആയിട്ട് വരുന്നത്. പോവേർട്ടി കൂടിക്കൂടി വരുന്നു നമ്മുടെ പൂവർ പീപ്പിളിനുള്ളത്. ക്രൈം എമൗണ്ട് കൂടിക്കൂടി വരുന്നു. അപ്പം ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെയിൽ ഓഫ് ടു സിറ്റിയിൽ 2 ചെറുക്കന്മാർ. അരിസ്റ്റോക്രാസിക് ഫാമിലിയാണ്. അപ്പോൾ അത് ക്രൈമാണ്. അതുകൊണ്ടാണ് ഈ പോയിൻ്റ് അവിടെ പറഞ്ഞത്. ക്രൈം വാസ് റാംപ്ഡ്. അരിസ്റ്റോക്രസി ഫാമിലിയിലുള്ള 2 ആൾക്കാരുണ്ട്. നമ്മൾ കഥ പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ആ 2 പേരും ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊല്ലുന്നുണ്ട്. ബട്ട് ദേ ആർ ഹെൽപ്ലെസ്. അതാണ് ഇവിടെ. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് എന്ത് പറയുന്നത്, വാട്ട് ദ ബാക്ക്ഗ്രൗണ്ട്. ഇനി അവിടെ നിങ്ങൾ അത്ര നോക്കിയാൽ മതി. പിന്നെ ഡ്രാമയുമായിട്ട് നോവലായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയാനില്ല. പൂവറസ്റ്റ് അതുപോലെ തന്നെ ജീവിക്കുന്നു, പോപ്പുലേഷൻ കൂടി വരുന്നു, മിഡിൽ ക്ലാസ് വറി ചെയ്യുന്നു, അതൊക്കെയാണ് അവിടെ പറയുന്നത്. വയലൻസും ഫിയറും ഒക്കെ കൂടി വന്നു. അരിസ്റ്റോക്രാസി, ഇൻ്റലക്ച്വൽ എന്നൊക്കെ പറയുന്നത് വീണ്ടും അവിടെ ഗവേൺ ചെയ്ത് തന്നെ ഇരിക്കുന്നു. പൂവർ ഏരിയാസ് എപ്പോഴും എപ്പിഡമിക്കിലാണ്, അതായത് അസുഖങ്ങൾ പോലെ എപ്പിഡമിക്സിലാണ് പൂവർ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത്. ഇനി 19th സെഞ്ച്വറിയിൽ എന്തെങ്കിലും മാറ്റം വന്നോ നമുക്ക് നോക്കാം. ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട് ഇൻ മിഡ് 19th സെഞ്ച്വറി. 7 years after the French Revolution, when Dickens published A Tale of Two Cities, France was still in turmoil and had experienced 2 more revolutions in 1813 and 48. Paris, as the center of country's government, was hub of this instability. The Second Empire under Napoleon III experienced economic growth, but the emperor would not introduce liberal reforms until after 1859. 7 വർഷം കഴിഞ്ഞിട്ടും ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്ത് ടെയിൽ ഓഫ് ടു സിറ്റി പബ്ലിഷ് ചെയ്തിട്ടും സഫറിങ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. 1859 വരെ അവിടെ വീണ്ടും സഫറിങ് ആയിരുന്നു. ലിബറൽ റീഫോം അതുവരെ വന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഇൻസ്റ്റബിലിറ്റി ടു ദ പൂവർ ആണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇംഗ്ലണ്ട് ബൈ കമ്പാരിസൺ വാസ് മോർ പൊളിറ്റിക്കലി സ്റ്റേബിൾ ദാൻ ഫ്രാൻസ്. ഇനി ഇംഗ്ലണ്ടിനെ ഫ്രാൻസിനെ നമ്മളൊരു കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്യുമ്പം ഫ്രാൻസിനേക്കാളും പൊളിറ്റിക്കലി സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഇംഗ്ലണ്ടാണ്. അതൊക്കെ ജസ്റ്റ് വായിച്ചു വിടുക. റിലേഷൻ ബിറ്റ്വീൻ 2 countries ഹാഡ് ബീൻ പൂവർ വിത്ത് ലോങ് ഹിസ്റ്ററി ഓഫ് ആംഗ്ലോ ഫ്രഞ്ച് ഡേറ്റിംഗ്. ഓക്കെ, അതൊന്നും വേണ്ട. യെസ്, സോ ഇത്രയുമാണ് പറയുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു രീതി നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ബാക്ക്ഗ്രൗണ്ട് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ അരിസ്റ്റോക്രാസി ആൻഡ് വാട്ട് ദ പൂവർ. ആ ഒരു ക്രൈസിസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിയർ കാണാൻ സാധിക്കുന്നുണ്ട്. ദ പുവർ പീപ്പിൾ ഹാവ് നോ വോയിസ്. ആ ഒരു എലമെൻറ്റ് നോവലിൽ പ്രതിഫലിക്കുന്നുണ്ട്. വി ക്യാൻ സീ ദ ഹെൽപ്ലെസ് കൈൻഡ് ഓഫ് പുവർ പീപ്പിൾ. അരിസ്റ്റോക്രസിയുടെ പവർ മൂലം പുവർ പീപ്പിൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ടെയിൽ ഓഫ് ടു സിറ്റിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നത്. അപ്പം ഞാനൊരു ഫിയർ എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ് ഹെൽപ്ലെസ് എന്നൊരു ഐഡിയയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നോവൽ പറയുമ്പം ഓർത്തോണം. ക്രൈം എന്നൊരു സംഭവം ഞാൻ പറഞ്ഞു. ക്രൈം റേറ്റ് ഇസ് ഇൻക്രീസിങ് ടു ഹും. ആരുടെ എതിരെയാണ് ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? പ്യുവർ പീപ്പിളിനെതിരെ. ആൻഡ് ഹൂ, ആരാണ് അത് ചെയ്യുന്നത്? ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ഈ നോവലിൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. So this is all about the background of the novel. Okay, next it is all about our author Charles Dickens. Was born in 7th February 1912 in Portsmouth, England, to a naval clerk and would-be teacher. ആദ്യം ഒരു ക്ലർക്ക് ആയിരുന്നു, പിന്നെ ടീച്ചറായിട്ട് മാറി. അതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവും. ഹിസ് ഫാദർ വാസ് സെൻറ്റ് ടു ഡെപ്റ്റേഴ്സ് പ്രിസൺ ഇൻ ലണ്ടൻ വെൻ ഡിക്കൻസ് വാസ് ജസ്റ്റ് 12. അപ്പം ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റ് ആയതുകൊണ്ടാണ് ഡിക്കൻസിന് അച്ഛനെ പറ്റി പറയുന്നത്. പ്രിസണിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരുന്നു വെൻ ഹി വാസ് 12. ഡിക്കൻസ് മദർ ആൻഡ് സിബ്ലിങ്സ് വെൻ ടു ലീവ് ഹിസ് ഫാദർ ഇൻ പ്രിസൺ, ബട്ട് ഡിക്കൻസ് ഹാഡ് ടു ലീവ് സ്കൂൾ ആൻഡ് ഗോ ടു വർക്ക് അറ്റ് ബോട്ട് ബാക്കിംഗ് ഫാക്ടറി. പക്ഷേ ഡിക്കൻ അവിടെ പോയില്ല. ഡിക്കന് പഠിക്കണമായിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു ഐഡിയ വെച്ചല്ല, ഇത് ഡിക്കൻസിനെ പറ്റിയാണ് പറയുന്നത്. ദെൻ despair of the lower working class and the abandonment of the children by their parents, often into early jobs at dangerous factories, appear as a theme in A Tale of Two Cities. യെസ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ടേ ഇങ്ങനെ പേരൻസ് നഷ്ടപ്പെട്ടു, അങ്ങനെ കുഞ്ഞുങ്ങൾ വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് ഐഡിയാസ്, അതായത് റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ടെയിൽ ഓഫ് ടു സിറ്റിയിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫ്രഞ്ച് റെവല്യൂഷനിൽ ജീവിച്ചതല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റായ അച്ഛൻ നഷ്ടപ്പെടുന്നു, പ്രിസണിൽ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഇദ്ദേഹം
ഡോക്ടർ മാനറ്റ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് അവതരിപ്പിച്ചു. സോ നമുക്ക് പറയാം ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് ടെയിൽ ഓഫ് ടു സിറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്. ഈസ് ദെയർ എനി ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് ഓഫ് ചാൾസ് ഡിക്കൻസ് വി ക്യാൻ സീ ഇൻ ദ ടെയിൽ ഓഫ് ടു സിറ്റി എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കാണാം. ഹൗ അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ദ ഡോക്ടർ മാനറ്റ് ടൈം ഇൻ പ്രിസൺ. വൈ? ബിക്കോസ് ഹിസ് ഫാദർ ഓൾസോ വാസ് ഇൻ പ്രിസൺ ആൻഡ് അത് അത്രയാണ് അവിടെ നോക്കണ്ടേ. ഇനി Lucy's humble beginning and the suffering of many of the poorer characters, Dickens reflected on these themes in many of his other works as well. അപ്പോൾ ഡിക്കൻസിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് ടച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ലൂസിയുടെ സഫറിങ്സ്, ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ സഫറിങ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിറ്ററേച്ചറിനെ നമുക്കൊരു റിഫ്ലക്ഷനായിട്ട് പറയാം. ആ ഓതറിൻ്റെ ലൈഫിനെ അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ലിറ്ററേച്ചർ റിഫ്ലക്ഷൻ ആവുന്നത്. ഞാൻ എപ്പോഴും ഇവരോട് പറഞ്ഞു കൊടുക്കാറുള്ളൊരു എക്സാമ്പിളാണ്, ഞാനിപ്പോൾ ഒരു ഓതറാണ്, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു പോയമോ കഥയോ എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ഹാപ്പി മൂഡ്സ് കാണാൻ സാധിക്കും. ഇൻ കേസ് കൊറോണ സമയത്ത് ഞാനൊരു റൂമിൽ അടച്ചിരുന്നു, അപ്പം ഞാനൊരു ഓതറാണ്, ഞാനൊരു വർക്ക് എഴുതി, അതിനകത്ത് മൊത്തം കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റ്, ഡിസ്പയേഴ്സ്, നമ്മുടെ വറീസ് അതിനകത്ത് കാണാൻ സാധിക്കും. അതാണ് ഇവിടെയും കണ്ടത്. ദാറ്റ്സ് വൈ ഇൻ ഇംഗ്ലീഷ് literature is known as the reflection of the every aspects. ഇനി as an adult Dickens works as a newspaper reporter and editor. അതൊക്കെ വായിച്ച് നോക്കുക കേട്ടോ. ഇതൊക്കെ ഡിക്കൻസിനെ പറ്റിയാണ്. അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബുക്ക്. എല്ലാ ബുക്കും വളരെ അക്ലൈമായിട്ടുള്ള വേർത്ത് നേടിയ ബുക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്ലേയെ പറ്റി പറയുന്നുണ്ട്, ദ ഫ്രോസൺ ടീപ്പ്. പിന്നെ വിക്കി കോളിങ്സ് എന്ന് പറയുന്ന ഫ്രണ്ടിന് വേണ്ടിയാണ്, ഡിക്കൻസിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് അത് എഴുതിയത്. പിന്നെ അവിടെ ഇമ്പോർട്ടൻ്റ് ടെയിൽ ഓഫ് ടു സിറ്റിയെ പറ്റി പറയാം. ആക്ടിങ് ഇൻ ഇറ്റ് സെർവ്ഡ് ആസ് ഇൻസ്പിറേഷൻ ഇൻ മെനി വേയ്സ് ഫോർ ദ പ്ലോട്ട് ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഫോർ ഇൻസ്റ്റൻസ് സെൽഫ് സാക്രിഫൈസ്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട പോർഷനാണ്. അതായത് ടെയിൽ ഓഫ് ടു സിറ്റിക്കകത്ത് അദ്ദേഹം അടുത്ത് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് സെൽഫ് സാക്രിഫൈസ്. ഈ സെൽഫ് സാക്രിഫൈസ് നമ്മുടെ നോവലിലെ ഒരു ക്യാരക്ടർ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സെൽഫ് സാക്രിഫൈസ് എന്ന് പറയുന്നത് നമ്മുടെ നോവലിലെ ഒരു മെയിൻ തീമാണ്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ദെൻ പിന്നെ റിച്ചാർഡ് വാർഡ്രോപ്പ് ഈസ് എ മിറർ ഇൻ ദ ആക്ഷൻ ഓഫ് സിഡ്നി കാർട്ടർ ഡിക്കൻസ് നോവൽസ്, ലൂൻ ബിലീവ് ടു മിഡിൽ. ഒക്കെ ബാക്കി അത്രയും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പം നമ്മുടെ ഓതറിനെ പറ്റി ഇത്രയും അറിയുക. ഓതറിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഡിക്കൻസിൻ്റെ ഫാദർ ഇതുപോലെ പ്രിസണിലൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള വറീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇനിയും ഫൈനലി ദ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first important protagonist of the novel is Dr. Manette. His full name is Alexander Manette. ഇദ്ദേഹമാണ് ദ സെൻട്രൽ ക്യാരക്ടറായിട്ട് പറയേണ്ടത്. അപ്പോൾ മാനറ്റിനെ പറ്റി നോക്കാം. When the story begins, Dr. Manette is a frail former prisoner who can do nothing but make shoes all day long. He is rescued by his daughter Lucy, and once he is living with her, becomes a stable, loving father and solid friend, unless something reminds him of his time in prison. Even though Dane is the nephew of the man who imprisoned him, Dr. Manette accepts Dane into his family for Lucy's sake. He is willing to fight for Dane's life using every connection he has to save him from prison and certain death. ഇനി ഡോക്ടർ മാനറ്റിനെ വെച്ചാണ് കഥ തുടങ്ങുന്നതെങ്കിൽ അദ്ദേഹം ഒരു പ്രിസണറായിരുന്നു, ഫോമർ പ്രിസണറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവറി ഡേ ഹീ ഈസ് ഡൂയിങ് സം ഷൂ മേക്കിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത് മകളായ ലൂസിയാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, കഥ പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടും. മകളായ ലൂസിയാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഭയങ്കര അൺസ്റ്റേബിളായി പോയിരുന്നു. ബിക്കോസ് പ്രിസണിലുള്ള കാലഘട്ടം അദ്ദേഹത്തിന് ഒരുപാട് അൺസ്റ്റേബിളാക്കി. 18 വർഷം അദ്ദേഹം പ്രിസണിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ലവിങ് ഫാദറായിട്ട്, ഒരു സോളിഡ് ഫ്രണ്ടായിട്ടൊക്കെ മാറി. സോളിഡ് ഫ്രണ്ട് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഈ ഡാനെ എന്ന് പറയുന്നതാണ്. ഈ ഡാനെ എന്ന് പറയുന്നത്
ആക്ച്വലി ഇദ്ദേഹത്തെ പ്രിസണിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ കൂടെ താമസിപ്പിച്ച വ്യക്തിയാണ്. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ ലൂസിയുടെ സേക്കിന് വേണ്ടി ജീവിക്കുന്നു. ഇത്രയൊക്കെയാണ് ഡോക്ടർ മാനറ്റ്, അലക്സാണ്ടർ മാനറ്റിനെ പറ്റി അറിയേണ്ടത്. ഇനി നമുക്ക് മിസ്റ്റർ ജാവിസ് ലോറി ആരെന്ന് നോക്കാം. ഈ ജാവിസ് ലോറി എന്ന് പറയുന്നത് ആക്ച്വലി എന്താടാ? അയ്യോ ജയിലിൽ, അയ്യോ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേക്കണേ കേട്ടോ. എന്തെങ്കിലും മീനിങ് അറിയില്ലെങ്കിൽ പ്ലീസ് ആസ്ക് മീ. ഓക്കെ, ഐ തോട്ട് യു വെർ നോ. ഓക്കെ, സോ മിസ്റ്റർ ജാവിസ് ലോറി എന്ന് പറയുന്നത് സഹായിയാണ്. അതായത് നമ്മുടെ ഡോക്ടർ മാനറ്റിൻ്റെ ഒരു ബാങ്കറായിരുന്നു ഇദ്ദേഹം. വെൻ ഹി വാസ് പ്രിസണിലൊക്കെ പോകുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാങ്കറായ ഒരാളായിരുന്നു മിസ്റ്റർ ജാവിസ് ലോറി. Mr. Jarvis Lorry is the one who discovered that Mr. Manday is actually alive and he survived in his imprisonment in Bastille. അപ്പോൾ ഇദ്ദേഹമാണ് കണ്ടുപിടിക്കുന്നത്, അയ്യോ ഇപ്പോഴും ഡോക്ടർ മാനറ്റ് ജീവിച്ചിരിപ്പുണ്ട്, പ്രിസണിലൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. അപ്പം എന്തിനാണ് പ്രിസണിൽ പോയെന്നൊക്കെയുള്ളത് നമ്മൾ കഥയെ പഠിക്കും. ഇപ്പം നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക, ജാവിസ് എന്ന് പറയുന്ന പേഴ്സണാണ് ഡോക്ടർ മാൻഡേ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രിസണിലാണ് കണ്ടുപിടിക്കുന്ന ആൾ. ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ടു ഫാമിലി, ലൂസീസ് ഗാർഡിയൻ ഫോർ ഫിനാൻഷ്യൽ പർപ്പസസ്. ഇദ്ദേഹം അവരുടെ ഫാമിലിയിലെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ് ആര്? ജാവിസ്. അന്നും അദ്ദേഹം അത് തന്നെ ആയിരുന്നു. ലോറീസ് ട്രൈ ടു കീപ് ദ റിലേഷൻ പ്രൊഫഷണൽ. ഹവർ ഹി കാൺട്ട് ഹെൽപ്പ് ബട്ട് ഇറ്റ് പേഴ്സണലി ഇൻവോൾവ് ആൻഡ് ഹിസ് എബിലിറ്റി ടു ഡു ദ ബിസിനസ് ഇൻ ബോത്ത് ലണ്ടൻ ആൻഡ് പാരീസ് ഗിവ്സ് ഹിം എ ലീവ് എ ടു ഗോ അബോവ് ആൻഡ് ബിയോണ്ട് ദ കോൾ ഓഫ് ഡ്യൂട്ടി ഫോർ ലൂസി. ഇദ്ദേഹം ഭയങ്കര പ്രൊഫഷണലി ഇവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവരാണ് നോക്കുന്നത്. ലൂസിയായിട്ട് ഇപ്പോൾ അദ്ദേഹമാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഡാർണി ഖാർട്ടൺ ആൻഡ് ഡോക്ടർ മാനറ്റ്. His messenger even serves as sort of guard of Miss Process, Louis' governess. For Mr. Lorry, the Manet family, all who are connected with them are likely family. ഇവിടെ പറഞ്ഞത് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ അലക്സാണ്ടറിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ പറയുന്ന ലൂസി ഉണ്ട്, മിസ് പ്രോസ് എന്നൊരു വ്യക്തിയുണ്ട്. ഈ മിസ് പ്രോസ് ആരാന്ന് ചോദിച്ചാൽ ലൂസിയെ എടുത്ത് വളർത്തിയ ആളായിരുന്നു. ഇദ്ദേഹം ജയിലിലായ സമയത്ത് ലൂസിയുടെ അമ്മ മരിച്ചു പോയിരുന്നു. അപ്പോൾ ലൂസിയെ വളർത്തിയ ആളാണ് മിസ് പ്രോസ്. അപ്പം ഇത്രയും പേരാണ് ആരുടെ കൂടെ ഉള്ളത്. ഇപ്പം ഇവർ ഒരുമിച്ചാണ്, കാർട്ടണും എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇനി മോൺസിയർ ഡിഫാൾട്ട് എല്ലാവർക്കും ഒരുപോലെയാണ്. വോയിസ് നല്ലോണം ബ്രേക്ക് ആവുന്നുണ്ട് മിസ്സേ, ചിലതൊന്നും തിരിയുന്നില്ല. ഓക്കെ, ഐ തിങ്ക് റേഞ്ച് ഇഷ്യൂ ആവാനാണ് സാധ്യത. ഓക്കെ, ദെൻ അടുത്തത് മോൺസിയർ ഡിഫാൾജെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ നോവൽ, മോൺസിയർ ഡിഫാൾജെ സീം ടു ബി ആൻ ആലി ഓഫ് ഡോക്ടർ മാൻഡേ, ഹിസ് വൺ ടൈം എംപ്ലോയർ. ഡിഫാൾജെ ഹാസ് സ്റ്റെപ്ഡ് ഫോർവേഡ് ടു ഗീവ് ദ ഡോക്ടർ എ സേഫ് പ്ലേസ് ടു സ്റ്റേ ആഫ്റ്റർ ഹീ ഈസ് റിലീസ്ഡ് ഫ്രം ദ ബാസ്റ്റിൽ. ഈ ഡിഫാൾജെ എന്ന് പറയുന്ന വ്യക്തിയാണ് ശരിക്കും അലക്സാണ്ടർ ജയിലിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തെ രക്ഷിച്ച് ഈ വീട്ടിൽ അദ്ദേഹത്തെ കുറേ നാൾ താമസിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. He's also helped Lucy and Lorry to take Mandy out of the garret aboard to shop, get him out of Paris. അതുകൂടാതെ ലൂസിയും ഈ പറഞ്ഞ ജാവിസും എല്ലാം ഇവരുടെ വീട്ടിൽ വന്നിട്ടാണ് അലക്സാണ്ടറിനെ എടുത്തുകൊണ്ട് പോകുന്നത് തിരിച്ച് എങ്ങോട്ട്? പാരീസിലേക്ക്. ഹവർ ആസ് എ ലീഡർ ഓഫ് ദ റെവല്യൂഷണറി, ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, മാഡം ഡിഫാജെ ഇദ്ദേഹത്തിൻ്റെ വൈഫാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര റെവല്യൂഷണറിസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. ഇവരിപ്പോൾ ഒരു ടീ ഷോപ്പൊക്കെയാണ് നടത്തുന്നത്. പക്ഷേ ആ ടീ ഷോപ്പിൻ്റെ ബിൽഡിങ്ങിൽ ഇവർ റെവല്യൂഷണറി വർക്കുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഭയങ്കര വിപ്ലവം പറയുന്ന വ്യക്തികളാണ്, ലീഡേഴ്സാണ് ഇവർ രണ്ടുപേരും. മോൺസിയർ ഡിഫാൾജെ കനോട്ട് സിംപ്ലി സ്റ്റാൻഡ് ബൈ ആൻഡ് അലോ ചാൾസ് ഡാനെ ടു കം ബാക്ക് ടു പാരീസ് വിത്തൗട്ട് എനി കോൺഷ്യസ്നസ് റിഗാർഡ്ലെസ് ദ ഫാക്ട് ഓഫ് ഹിസ് നോ മാൻഡേ സൺ ഇൻ ലോ. ഇനി ഇവിടെ ചാൾസ് എന്ന് പറഞ്ഞൊരു പേര് പറയുന്നുണ്ട്. അത് എന്താ സംഭവം ചോദിച്ചാൽ, ഈ മോൺസിയർ ഡിഫാൾജയുടെയും മാഡം ഡിഫാൾജയുടെ മകളെയാണ് രണ്ട് അരിസ്റ്റോക്രാസി ഫാമിലിയിലെ ആൾക്കാർ കൊല്ലുന്നെന്ന് പറഞ്ഞു. ആ രണ്ട് പയ്യന്മാരുടെ അനിയനായിട്ട് വരുന്ന ആളാണ് ഈ ചാൾസ് ഡാർണെ. ഇവർ എവർമൗണ്ട് ഫാമിലിയിലാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഈ ചാൾസ് ഡാർണയോട്ട് ഇവർക്ക് ദേഷ്യം വരുന്നത് ആ ഫാമിലിയിലായതുകൊണ്ട് ഇവനെയും കൊല്ലണം എന്നൊരു ഐഡിയ ആണ് ഇവർക്ക് വരുന്നത്. ഡിഫാൾജെ, മാഡം മോൺസിയർ ഡിഫാൾജയ്ക്കും മാഡം ഡിഫാൾജയ്ക്കും. ഈ ചാൾസ് ഡാർണെ ശരിക്കും ലൂസിയുമായിട്ട് സ്നേഹത്തിലാവുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. എനിവേ ജസ്റ്റ് ഇപ്പോൾ അറിയുക ഇത്രയും. ദെൻ ഡിഫാൾജെ എന്ന് പറയുന്നത് ആരെ എടുത്ത് വളർത്തിയതാണ്? അലക്സാണ്ടറിനെ ഹെൽപ്പ് ചെയ്ത് താമസിപ്പിച്ച രണ്ട് വ്യക്തികളാണ് മാഡം ഡിഫാൾജയും മോൺസിയർ ഡിഫാൾജയും. അത്ര അറിയുക, നോവൽ പറയുമ്പോൾ മനസ്സിലാവും. ദെൻ അടുത്ത ചാൾസ് ഡാനയാണ് ഞാൻ പറഞ്ഞ വ്യക്തി. ഇദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആണ്.
ഇദ്ദേഹം ലൂസിയുടെ ലവറാണ്, ലൂസിയെ കല്യാണം കഴിക്കുന്ന വ്യക്തിയുമാണ്. At the beginning of the novel, the innocent Charles Dane is being tried in England at the Old Bailey for treason. Sidney Carton gets him acquainted and meets Mr. ഓക്കെ, ഇവിടെ പറയുന്നത് ഇദ്ദേഹം ചാൾസ് ഡാനെ ചെയ്യാത്ത കുറ്റത്തിന് ഇതുപോലെ ഒരു സ്ഥലത്ത് വിചാരണ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. അതും സത്യം പറഞ്ഞാൽ ആ ഒരു ബൂർഷോയിസം അല്ലെങ്കിൽ വറീസ് ഓഫ് ദ ഇറയാണ് കാണിക്കുന്നത്. ആ സമയത്താണ് അലക്സാണ്ടറിനെ കൊണ്ട് ലൂസിയും ഇവരും തിരിച്ച് പാരീസിലേക്ക് വരുന്ന സമയത്ത് ലൂസിക്ക് ഒറ്റയ്ക്ക് അലക്സാണ്ടർ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ലൂസിക്ക് ഒറ്റയ്ക്ക് അലക്സാണ്ടറിനെ പിടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അത് കണ്ടുകൊണ്ട് ഓടി വന്ന് സഹായിക്കുന്ന ആളാണ് ചാൾസ് ഡാനെ. അതിനുശേഷം പിന്നീട് ഇവർ ചാൾസ് ഡാനെ കാണുന്നുണ്ട്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ചാൾസ് ഡാനെ കാണുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഒരു ഒരു ട്രെയിറ്ററായിട്ട് ആൾക്കാർ മുദ്ര കൂട്ടി നിർത്തിയേക്കുന്നതാണ് ഇവർ കാണുന്നത്. അപ്പോൾ ആൾക്കാർ മീൻസ് ആ ഒരാൾക്കാർ വിചാരണ ചെയ്യുന്നവർ വന്ന് ചോദിക്കും, നിങ്ങൾ ഇവനെ കണ്ടിട്ടുണ്ടോ ചോദിക്കും. ഇവർ പറയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹം അങ്ങനെ കുറ്റം ചെയ്യുന്ന ആളൊന്നും അല്ലെന്ന് ലൂസി പറയും. അത് ലൂസിയുടെ ഒരു സോഫ്റ്റ് കോർണറാണ് ചാൾസ് ഡാനയോട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചാൾസ് ഡാനെ കൊലക്കുറ്റത്തിന് കേട്ടാൽ ഇതിൽ ലൂസിനെ കല്യാണം കഴിക്കുന്നുണ്ടോ? യെസ്. ആ ഹസ്ബൻഡിന്റെ പേര് പറയണ്ടോ ഇതില്? അതാണോ മറ്റേ ചാൾസ് ഡാർനെ? അത് തന്നെ. ഓക്കെ, ഇനിയും സിഡ്നി കാർട്ടൺ ആണ് സാക്രിഫൈസ് ചെയ്യുന്ന വ്യക്തി. നമ്മൾ ബയോഗ്രഫിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, സാക്രിഫൈസ് എന്ന് പറയുന്ന എലമെന്റ് ഇതിനകത്തെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്ന വ്യക്തി സിഡ്നി കാർട്ടൺ ആണ്. കാരണം സിഡ്നി കാർട്ടൺ ചാൾസ് ഡാനെയും കാണാൻ സെയിം ആണ്. സിഡ്നി കാർട്ടൻ്റെ പ്രത്യേകത ഇദ്ദേഹം ഒരു ഡ്രങ്കാർഡാണ്, എപ്പോഴും വെള്ളം അടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹമാണ് ചാൾസ് ഡാനയുടെ ലൈഫ് സേവ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ചാൾസ് ഡാനെ ഒരു ട്രെയിറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് മുദ്ര കൂട്ടി. അതിനുശേഷം ഈ ചാൾസ് ഡാനെ എവർമൗണ്ട് ഫാമിലിയിലെയാണ് ആരറിയും, നമ്മുടെ മാഡം ആ 2 പേരെ അറിയുമ്പോൾ ഇവനെ കൊല്ലാൻ വേണ്ടി പോകുമ്പം സിഡ്നി കാർട്ടൺ ബലിയാടാകുന്നതാണ്. അതൊക്കെ ഞാൻ നോവലിൽ പറഞ്ഞുതരാം, ഇത്രയും അറിയുക. പിന്നെ അടുത്ത ലൂസിയാണ്. ലൂസിയെപ്പറ്റി നമുക്കറിയാം, മെയിൻ ക്യാരക്ടറാണ്. അമ്മ നേരത്തെ മരിച്ചുപോയി, അച്ഛൻ ജയിലിലായിരുന്നു, അച്ഛനെ രക്ഷിക്കാൻ പോകുന്നൊരു ക്യാരക്ടറാണ്. ഫൈനലി ചാൾസ് ഡാനയുമായിട്ട് സ്നേഹത്തിലാകുന്നു. ഇതൊക്കെയാണ് ലൂസി. അപ്പോൾ ഇത്രയുമാണ് ഒരു ഐഡിയ അബൌട്ട് ദ ക്യാരക്ടർ സ്കെച്ച്. അപ്പം ഞാൻ ആദ്യം ക്യാരക്ടർ സ്കെച്ച് അങ്ങ് പറഞ്ഞു തന്നത് നോവൽ പറയുമ്പം നല്ല രീതിയിൽ